ഹലോ. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം കേട്ടോ ഞാൻ വീഡിയോസ് ആയിട്ട് വരുന്നത്. എനിക്ക് വീഡിയോ ചെയ്യാനോ അത് എഡിറ്റ് ചെയ്യാനൊന്നും എനിക്ക് ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തിറങ്ങാൻ ചില്ല് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങി. അപ്പോൾ ഒരു മിനി ഔട്ടിംഗ് വ്ളോഗ് കണ്ടിട്ടൊന്ന്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റായിട്ട് പോയത് ഇന്ന് ഇന്ത്യ മോൾക്കാണ്. കാരണം ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് തൻഷിക്കാൻ്റെ ബർത്ത്ഡേയും കൂടെയാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ച് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ട് ഞങ്ങൾ പോയത് ഇന്ത്യ മോളിൽ ഫുഡ് കോർട്ട് പോയിട്ട് അവിടെ കുറച്ച് നേരം ഒന്ന് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് സെറ്റായി ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങണതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഫിലിമിന് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയെന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ പിസ്സ ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ മൂവി കാണാൻ വേണ്ടിയിട്ട് പോയിട്ടോ. സർക്കിട്ട് മൂവിക്ക് തന്നെ ഞങ്ങൾ പോയത്. കുഴപ്പമൊന്നുമില്ല, ഒരു ഫാമിലി റിലേറ്റ് ചെയ്തിട്ടുള്ള മൂവിയാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കക്കാടംപുഴയ്ക്ക് പോകാമെന്ന് തീരുമാനിച്ചത് കേട്ടോ. അവിടെ ഒരു ഫോഗി മൗണ്ടൻ ഒരു പാർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ അവിടേക്കാണ് പോയത് കേട്ടോ. അവിടെ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് പാക്കേജാണ് കേട്ടുള്ളത്. റൈഡ്സിലൊന്നും കയറുന്നില്ലെങ്കിൽ ഉള്ളിലേക്ക് ഫ്രീ ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ എല്ലാ റൈഡ്സിലും നമുക്ക് കയറാം. ഞങ്ങൾക്ക് 2 റൈഡ്സിൽ മാത്രമേ കയറാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ അവിടെ വാട്ടർ തീം പാർക്ക് എല്ലാം ഉണ്ട്. കുറച്ച് നേരത്തെ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ റൈഡിലും കയറിയിട്ട് അടിച്ച് പൊളിച്ച് പോരാം കേട്ടോ. വീക്കെൻഡിലായതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് 2 റൈഡിൽ കയറാൻ പറ്റി. ഭയങ്കര ക്യൂ ആണ്, ഓരോ റൈഡിക്കും കയറാൻ ഭയങ്കര ക്യൂ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ മാസിനെ മാത്രമേ നമ്മൾ വെള്ളത്തിൽ കറക്കിട്ടോ. കാരണം നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടല്ല നമ്മൾ പോയത്. എന്നിട്ട് ഞാനും തൻഷിക്കും കൂടെ സിപ്പ് ലൈന് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടോ. സിപ്പ് ലൈൻ ഏറ്റവും ടോപ്പിലാണ്, ഒരു 1 കിലോമീറ്ററിൻ്റെ അടുത്ത് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ സ്വിങ് ചെയ്യാനാണ് പോയത്. വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. കാരണം അത്രയും നേരം ക്യൂ നിന്നതിന് വെർത്താണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം മാസിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ നല്ല ടയേർഡായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു.